ഈ പിള്ളേരുടെ ഓരോ കാര്യങ്ങളെ. വേറൊരു ചോദ്യം. റോഡിന് ഇരുവശവും തണൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? റോഡിന് നടുവിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ വണ്ടിയും കാറും ഒന്നും പോവില്ല. എന്റെ അമ്മച്ചി സാക്ഷരയുടെ ഓരോ പോക്കേ. എന്റെ മുടിയൊന്ന് പിന്നെ തരാവോ? മോളെ, ചിറ്റയുടെ കൈ ഒഴിവില്ലല്ലോ. മായച്ചിട്ട് വെറുതെ ഇരിക്കല്ലേ, ചെല്ലി കെട്ടിത്തരും. അങ്ങോട്ട് ചെല്ലേണ്ട താമസം ഇപ്പൊ കെട്ടിക്കൊടുക്കും. അതെന്താ മീനാക്ഷി? കേക്കണോ ചേച്ചിക്ക്? കുഞ്ഞ് കരയുന്ന കേട്ട് അടുപ്പത്തിരുന്ന് പാൽ അവളെ ഏൽപ്പിച്ച് ഞാൻ അകത്തേക്ക് പോയി. തിളച്ചു പോവാതെ നോക്കണേന്ന് ആ മഹാറാണിയോട് പറഞ്ഞേച്ചാ പോയത്. തിരിച്ചു വന്ന് നോക്കുമ്പോ എന്റെ ചേച്ചി പാല് മുഴുവനും തിളച്ചു പോയിരിക്കുന്നു. ആ അസത്ത് ടിവിയും കണ്ടോണ്ടിരുന്നല്ലാതെ തിരിഞ്ഞു നോക്കിയില്ല. അഹങ്കാരി. ഛേ, മനഃപൂർവ്വമായിരിക്കില്ല, മറന്നുപോയതാവും. ഒന്നുമല്ല. മാമദേവൻ ചേട്ടൻ ഇന്നലെ കാലത്ത് കുളിക്കാൻ ചെല്ലുമ്പോ കുളിമുറിയിൽ ബ്രഷും വാലിട്ട് പതപ്പിച്ച് നിക്കവള്. അനങ്ങിയില്ല. ആണുങ്ങൾ കുളിക്കാൻ ചെല്ലുമ്പോ അവക്കൊന്ന് മാറിക്കൊടുത്താലെന്താ? പണക്കാരിയാണെന്ന് ഹുങ്ക്. അയ്യോ, അവളെ കണ്ടാൽ അങ്ങനെയൊന്നും പറയത്തില്ലല്ലോ. മിണ്ടാൻ വയ്യാത്ത കുട്ടിയല്ലേ, പാവാണല്ലോ എന്ന് ഓർത്തിരിക്കായിരുന്നു ഞാൻ. നല്ല പാവം. ആ തള്ളയെ തലയെ കെറ്റി വെച്ചിരിക്കുന്നത്. ആഹാ, എന്താ ചന്ദ്രേശി ഇത്? ഞാൻ അമ്പലത്തിൽ പോകുമ്പോ തലച്ചുറ്റാണെന്ന് പറഞ്ഞ് കിടന്നിരുന്ന ആളല്ലേ. വയ്യാത്തപ്പോ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോന്നേ? മാറിയിരുന്നേ, ഞാൻ ഇളക്കിക്കൊള്ളാം. സാരമില്ല ശ്രീദേവി, ഇപ്പൊ കഴിയും. ഇതൊക്കെ മായയുടെ പണികളല്ലേ? അമ്മ എടുത്തിട്ട് തന്ന് ഇനി മുതൽ ഇതും കൂടെ ഞാൻ തന്നെ നനയ്ക്കണമെന്ന് പറഞ്ഞു. ഓഹോ, അത് കൊള്ളാം. തള്ളയത് പറയാനും മരുമോൾ അനുസരിക്കാനും. ചേച്ചി ആരായി വീട്ടിലെ? ഞാൻ ചേച്ചിയെ കുറ്റപ്പെടുത്തുള്ളൂ, വേറെ ആരെയും പറയില്ല. മായക്ക് സംസാരിക്കാനല്ലേ കുഴപ്പമുള്ളൂ, കൈക്കും കാലിലും കുഴപ്പമൊന്നുമില്ലോ. എവിടെയുള്ളു മായേ? പരീക്ഷയ്ക്ക് പഠിക്കുക. ഒന്നിറങ്ങി ഒരു ഒപ്പ വിട്ടേക്കാം. ശ്രീദേവി വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട. അച്ഛനകത്തുണ്ട്. ചന്ദ്രേച്ചിട്ട് കാര്യം ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ശരി ശരി. ഇങ്ങോട്ട് പറയുന്നു, ഇങ്ങോട്ടേക്ക്. നീ ആരാന്നാ നിന്റെ വിചാരം? വലിയ തമ്പുരാട്ടിയാണെന്നുള്ള ഭാവം ഉണ്ടെങ്കിലേ അത് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി. ഇവിടെ ചെലവാകത്തില്ല. ഇതാരാന്നറിയാവോ നിനക്ക്? ഈ വീട്ടിലെ മൂത്ത മരുമോളാ, നിന്റെ അമ്മയുടെ സ്ഥാനവാ. നീ ഉടുത്തുന്നറിയ വിഴുപ്പലകല്ല അവരുടെ ജോലി. നിനക്ക് ബാല്യക്കാരൊന്നുമില്ല ഇവിടെ. അങ്ങോട്ട് പറയുന്ന തുണി വെച്ചേ. നനയ്ക്ക്. നീ നനച്ചാലും തുണിയുടെ അഴുക്ക് പോവും കേട്ടോ. നനയ്ക്ക്, നനച്ച് പഠിക്ക്. പാചം ചേച്ചി. അയ്യോ എന്റെ ദൈവമേ, മായക്കുട്ടി, ഞാൻ എന്തായി കാണുന്നത്? എന്താ മോളെ ഇത്? വന്നേ ഇങ്ങോട്ട്. ഇതിനാണോ കഴുത്ത് നിറച്ച് പൊന്നോട്ട് മോടെ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞേച്ചത്? വരൂ വരൂ. കഴുത്തിലെ പണ്ടവും പൊന്നൊന്നും തുണി നനയ്ക്കുന്നോണ്ട് ഉരുവത്തില്ല. മായ പറഞ്ഞനുസരിക്ക്. അവളെന്നൊക്കെ പറയും. മോളിങ്ങോട്ട് വരുന്നേ. മായെ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിനക്കും കിട്ടും, വേറെ ചിലർക്കും കിട്ടും. ജയദേവാ, മോനെ ജയദേവാ. ജയദേവൻ വരട്ടെ, നീ നനയ്ക്ക്. ഇങ്ങോട്ട് വരണം. ജയദേവാ, മോനെ ജയദേവാ, നീ ഇതൊന്നും കാണുന്നില്ലേ? അവളെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്താനാണോ നീ കെട്ടിക്കൊണ്ടുവന്നത്? എന്താണെന്നോ? ആ ഭദ്രകാലയിൽ എല്ലാം കൂടെ ചേർന്ന് ഈ വീട്ടിലുള്ള വിഴുപ്പ് മുഴുവനും അവളെ കൊണ്ട് അലക്കിക്ക. നീ അവിടെ ഭർത്താവല്ലേ? ഒന്ന് പോയി ചോദിക്കടാ. അത് തന്നെ, പോയി ചോദിക്ക്. കണ്ടോ കണ്ടോ? നിന്നോടാണ് അതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? അവളെ വിളിച്ചോദിക്ക, അവളെ വിളിക്ക. എന്റെ ഭാര്യയെ കൊണ്ട് വിഴുപ്പലക്കി ആർക്കാത്ര ധൈര്യം? ചോണം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ. തൊലച്ചോ എല്ലാത്തിനെയും. നിർത്തറ. ആരാ നീ വെല്ലുവിളിക്കുന്നേ? പിന്നെടുക്ക് നിന്റെ പെണ്ണിനോട് മതി. ഞങ്ങളുടെ മെക്കിട്ടുകാരാൻ വന്നാലേ വായി പല്ല് കാണത്തില്ല. അത് ആരായാലും ശരി. ഞാൻ തന്നെ അവളോട് തുണി നനയ്ക്കാൻ പറഞ്ഞത്. എന്ത് ചെയ്യും നീ? നിന്റെ ഭാര്യയുടെ വിഴുപ്പ് അവൾ ഇളക്കാതെ പറഞ്ഞ് ഞങ്ങൾ ഇളക്കി കൊടുക്കണോടാ? അതെ, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം ഇവൾക്കില്ല. നിങ്ങളെ പോലെ പിച്ചക്കാരിയല്ല ഇവള്. എന്റെ ഭാര്യ അവളുടെ ഇഷ്ടത്തിനൊത്തുകൂടെ ജീവിക്കും. സഹിക്കാൻ പറ്റാത്തവരെ ഇറങ്ങി പോണ ഇവിടുന്ന്. എങ്ങോട്ടാണ് ഇറങ്ങി പോണ്ടത്? പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിക്കൊണ്ടിരുന്ന കാശിന് 4 നേരം വെട്ടി വിഴുങ്ങിച്ചു വീം കിടക്കുന്നു. ഇവൻ ഈ ഊതി പെരുപ്പിച്ച് വെച്ചിരിക്കുന്ന തടിയെ അതുപോലെ ഞങ്ങളുടെ ചോറ. അറിയാമോ നിനക്ക്? ഇടം നെയ്യണെങ്കിൽ 4 കാശ് ഉണ്ടാക്കി വന്നിട്ട് ഈ വാചകമൊക്കെ അടിക്കറ. മതിയാക്കില്ല. എന്തോ നീ ആരാണോ നീ കൈകൊണ്ട് സംസാരിക്കുന്നത്? നിനക്ക് ഇങ്ങനെ പേരല്ലേ? നിന്നൊക്കെ ഇളവല്ലവൻ. കേട്ടില്ലേ അവൻ പറഞ്ഞത്? ഞങ്ങളോട് ഇറങ്ങി പോവാൻ. പറഞ്ഞു. എനിക്കൂടെ ആവശ്യപ്പെട്ട് വിടാറുണ്ട്. നിന്നോട് നിർത്താനല്ലേ പറഞ്ഞത്? എടുത്തു വേണ്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തോ മാള ഇവിടെ അങ്ങ് പറഞ്ഞു നിന്നാ കേൾക്കാലോ തോറ്റപ്പാട്ട്. ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ തറവാടിനെ തലകുത്തി നിർത്തുമല്ല. അത് തന്നെ ഞാനും പറഞ്ഞത്. അയ്യോ, ഇവിടെ ആൺപിള്ളേരെക്കാളും തന്നെയുടെ ഈ പെൺപിള്ളേർക്കാ. അയ്യോ അച്ഛ, അമ്മ അതിന് എല്ലാത്തിനും കാരണം. അച്ഛൻ ഒന്നും പറയണ്ട, ഞാൻ എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നു. പറയണ്ടെന്ന്. മായയോട് അവളുടെ തുണി തന്നെ അലക്കാമെന്ന് ശ്രീദേവി പറഞ്ഞു. അതുടനെ ചെന്ന് ഊതി പെരുപ്പിച്ച് അമ്മ ഇവരോട് പറഞ്ഞു. മക്കളെ അവിടെ വഴിക്ക് വിട്ട വല്ല പ്രശ്നമുണ്ടോ? അല്ലാതെ അവരെ തമ്മിൽ കുത്തിത്തിരിപ്പിക്കാൻ നോക്കിയാലേ തറവാട് തലകുത്തുകല്ല, തകർന്ന് തരിപ്പണമാകും. എല്ലാരോടും കൂടി പറയുക, പരസ്പരം തമ്മിൽ തന്നെ കുടുംബം തുറയ്ക്കരുത്. ഇത്തിരി പഠിപ്പുണ്ടെന്നും 4 കാശ് സമ്പാദിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ആരും അഹങ്കരിക്കണ്ട. ഇവിടെ ആരും അഹങ്കരിച്ചൊന്നുമില്ല. ന്യായം പറഞ്ഞതേ ഉള്ളൂ. ന്യായം പറയാൻ ഇത് കോടതിയല്ല, കുടുംബമാണ്. ശ്രീദേവി, നിനക്കിവിടെ എന്താ കാര്യം? അവളോട് ഇത്രയും പറഞ്ഞ പോരായിരുന്നു. കരണത്തിട്ട് കൊടുക്കുക വേണ്ടത്. കഴിവരുടെ മാളെ,
കൊന്നുകളയും ഞാൻ. ഇവറ്റകളുടെയൊക്കെ ശമ്പളം വാങ്ങി പെട്ടി വെച്ച് പൂട്ടുന്നത് നിങ്ങൾക്ക് സഹിക്കത്തില്ലല്ലേ? ഇനി മേലെ പിള്ളേരുടെ കാര്യത്തിലെങ്ങാൻ തലയിട്ടാൽ ചവിട്ടതിന്റെ എല്ലാം എടുക്കും ഞാൻ. പോകത്ത് പോകാൻ. ഇപ്പൊ പോന്ന് പറയും. രാത്രിയാകുമ്പോ കൊതു കടിക്കുന്നു, വാ വന്ന് പറയണേ. ഇങ്ങോട്ട് തരിച്ചാൽ ഓ